ആർക്കാണ് ഒരു ട്വിസ്റ്റ് ഇഷ്ടമില്ലാത്തത്? കാര്യങ്ങളെല്ലാം മാറി മറിയാൻ പോവുകയാണ്. കൺമണിയെ ഭരിക്കാൻ മാനസ തയ്യാറാവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്നത് മാനസ മുറിയിൽ പിണങ്ങിയിരിക്കുകയാണെന്നാൽ ഈ സമയത്ത് ഹേമ ജയമോഹനെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. തുടർന്ന് ജയമോഹൻ മാനസിയെ വിളിച്ചു കൊണ്ടുവരാൻ പറയുകയാണെന്നാൽ ഈ സമയത്ത് ഹേമ മാനസിയെ വിളിച്ചുകൊണ്ട് താഴേക്ക് ജയമോഹന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് മാനസ പിന്നെ അച്ഛനോട് എന്തിനാണ് അച്ഛ എന്നെ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, എന്നെ ഇനിയും വഴക്ക് പറയാനാണോ എന്ന് ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് ജയമോഹൻ അല്ല മോളെ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ദേഷ്യത്തിൽ ഞങ്ങൾ നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു പോയി, നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി, നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. സോറി മോളെ, നീ അതൊന്നും മനസ്സിൽ വെക്കരുത്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും മനസ്സ് തുറന്നു സംസാരിച്ചു. ഞങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. തെറ്റ് നിന്റെ ഭാഗത്തല്ല, തെറ്റ് പൂർണ്ണമായിട്ടും സാഗറിന്റെയും കൃഷിന്റെയും ഭാഗത്ത് തന്നെയാണ്. നീ ഇതിൽ നിരപരാധിയാണ്. നിന്നെ മനസ്സിലാക്കാൻ ഞങ്ങൾ വൈകിപ്പോയി മോളെ എന്നൊക്കെ പറഞ്ഞ് മാനസിയോട് ക്ഷമ ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കിളി പോയി നിൽക്കുകയാണ് മാനസ. ഇതെന്താണ്, ഇവർക്കാണോ വട്ടായത്, അത് നാട്ടുകാർക്ക് മൊത്തം വട്ടായോ എന്ന രീതിയിലാണ് മാനസ നിൽക്കുന്നത്. തുടർന്ന് മാനസിക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് മാനസ വന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛൻ ഇപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ജയമോഹൻ വീണ്ടും വിഷമിച്ചുകൊണ്ട് മാനസിയോട് സോറി പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് മാനസ ഒന്ന് പ്ലേറ്റ് മറിക്കുകയാണ്. മാനസ പിന്നെ പണ്ടത്തെ പോലെ തകർത്തഭിനയിക്കുകയാണ്. കരഞ്ഞ് മെഴുകിക്കൊണ്ട് പിന്നെ ജയമോഹനോട് എന്റെ നിരപരാധിത്വം നിങ്ങളെങ്കിലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ, കോട്ടെ എനിക്കത് മതി എന്നൊക്കെ പറയുകയാണ്. എന്നാൽ അത് കേട്ട് ജയമോഹൻ അതൊന്നും ഞാൻ വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്നെ വിഷമിപ്പിച്ചവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം. നീ നോക്കിക്കോ, നാളെ തന്നെ ഞാൻ അലിക പൂട്ടിക്കുമെന്ന് പറയുകയാണ്. അലിയിൽ നമുക്ക് 200 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണുള്ളത്. നാളെ തന്നെ ഞാൻ സാഗറിന്റെ അടുത്ത് പോയിട്ട് ആ 200 കോടി തിരികെ ചോദിക്കും. അങ്ങനെ അലിക ഞാൻ കുട്ടിച്ചോറാക്കും, അലിക ഞാൻ പൂട്ടിക്കും എന്ന് പറയുകയാണ് ജയമോഹൻ. എന്നാൽ അത് കേട്ട് മാനസ പിന്നെ അച്ഛനോട് അയ്യോ അച്ഛൻ അബദ്ധം ഒന്നും കാണിക്കരുത്, അച്ഛൻ ആ 200 കോടിയൊന്നും തിരിച്ചു ചോദിക്കാൻ പാടില്ല. ആ 200 കോടി രൂപ അവിടെ തന്നെ ഉണ്ടാകണം. കൃഷിന്റെയും എന്റെയും കല്യാണം ഉറപ്പിച്ച സമയത്ത് സാഗറങ്ങൾ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, കല്യാണത്തിന് ശേഷം അലിഗയുടെ MD ഞാനായിരിക്കുമെന്ന്. എനിക്ക് വേണ്ടത് ആ MD പോസ്റ്റ് ആണ്, അലിഗയുടെ ഭരണമാണ് നമുക്ക് വേണ്ടത്. അച്ഛൻ അവരോട് പോയി പറയണം, ഒന്നുകിൽ മുമ്പ് പറഞ്ഞ പോലെ എന്നെ അലിഗയുടെ MD ആക്കണം, അതല്ലെങ്കിൽ ആ 200 കോടി രൂപ തിരിച്ചു തരണം. 200 കോടി രൂപയൊന്നും തിരിച്ചു തരാൻ അവരെ കൊണ്ട് സാധിക്കില്ല, അതുകൊണ്ട് അവരെന്നെ MD ആക്കും. അലിഗയുടെ MD ആയിട്ട് വേണം സാഗറിന്റെയും കൃഷിന്റെയും കൺമണിയുടെയും മേലെ ഭരിച്ച് അവരെ 3 പേരെയും നിലക്കി നിർത്താൻ. അവരെ ഞാൻ ചക്രശ്വാസം വലിപ്പിക്കും. എന്നാൽ അത് കേട്ട് ജയമോഹന് സന്തോഷമാവുകയാണ്. തന്റെ മോളുടെ ഉടായ്പെല്ലാം കേട്ട് സന്തോഷിച്ചിങ്ങനെ നിൽക്കുകയാണ്. നീ മിടുക്കിയാണ് മോളെ, മോള് പറഞ്ഞ പോലെ തന്നെ ഞാൻ നാളെ തന്നെ സാഗറിനെ കണ്ട് മോള് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. തുറന്ന് കാണിക്കുന്ന കൃഷാണ്. കൃഷ അമ്മേന്റെ അടുത്ത് വന്നിട്ട് അമ്മ പറ അമ്മേ, എന്ത് സർപ്രൈസ് ആണ് ഒരുക്കിയിട്ടുള്ളത്, എന്താണ് ആ സർപ്രൈസ് എന്ന് ചോദിക്കുകയാണ്. സുജാതയോട് ചോദിക്കുകയാണ്. കൃഷ തൊട്ടപ്പുറത്ത് തന്നെ കൃപയുണ്ട്. എന്നാൽ ഈ സമയത്ത് സുജാത അതൊന്നും ഇപ്പോൾ പറയില്ല. എന്നാൽ അത് കേട്ട് വീണ്ടും കൃഷ് അമ്മയോട് അമ്മേ പ്ലീസ് അമ്മേന്റെ ചക്കര അമ്മയല്ലേ, പ്ലീസ് ആ സർപ്രൈസ് എന്താണെന്ന് പറ അമ്മ. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സാഗർ വരികയാണ്. തുടർന്ന് സാഗർ പിന്നെ സുജാതയോട് പറ സുജു, അവരോട് ആ സർപ്രൈസ് എന്താണെന്ന് പറയാൻ ആവശ്യപ്പെടുകയാണ്. തുടർന്ന് സുജാത പിന്നെ കൃഷ്ണനോട് കാര്യങ്ങൾ പറയുകയാണ്. ആ വൃത്തികെട്ട മാനസ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഞാൻ നമ്മുടെ കൺമണിയെ എത്രമാത്രമാണ് ഉപദ്രവിച്ചത്. ആ മാനസ പറഞ്ഞു കൂട്ടിയ കള്ളങ്ങളെല്ലാം വിശ്വസിച്ചാണ് ഞാൻ കൺമണിയെ ഉപദ്രവിച്ചത്. കൺമണിയെ ഞാൻ തള്ളിക്കളഞ്ഞത് അതൊക്കെ തെറ്റായി പോയെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് കൺമണിയെ ചേർത്ത് നിർത്തി എനിക്ക് കൺമണിയോട് ക്ഷമ ചോദിക്കണം. കൺമണിയെ നമ്മുടെ മരുമകളായിട്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം, മരുമകളല്ല മകളായിട്ട് എനിക്ക് ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം. എന്നാൽ അത് കേട്ട് കൃഷ്ണന് സന്തോഷമാവുകയാണ്. അങ്ങനെ സുജാത ആദ്യമായിട്ട് കൺമണിയെ തന്റെ മകളായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു ത്രില്ലിലാണ് കൃഷ്. തുടർന്ന് സാഗർ പിന്നെ കൃഷ്ണനോട് നമുക്കിത് വലിയൊരു ഫംഗ്ഷൻ ആയിട്ട് തന്നെ നടത്തണം, നിന്റെ കൺമണിയുടെ എൻഗേജ്മെന്റ്. അതുപോലെ തന്നെ കൺമണി ഇന്ന് വലിയൊരു പ്രോജക്റ്റ് നമ്മുടെ കമ്പനിക്ക് വേണ്ടി നേടിയെടുത്തിരിക്കുകയാണ്, അതിന്റെ ഒരു പാർട്ടിയും കൂടി നമുക്കെല്ലാം കൂടി ഗംഭീരമായിട്ട് ആഘോഷിക്കണം എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഇതെല്ലാം കണ്ട് നല്ല ദേഷ്യം അതൊക്കെ ചുണ്ടെല്ലാം കടിച്ചു പിടിച്ചുകൊണ്ട് ആന്റിയമ്മ വരികയാണ്. തുടർന്ന് ആന്റിയമ്മ പിന്നെ സാഗറിനോട് സുജാതിയോട് നിങ്ങളെല്ലാവരും ഒറ്റ സെറ്റായ സ്ഥിതിക്ക് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല, ഞാൻ നമ്മുടെ പഴയ തറവാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് അവിടെയുള്ള 4 പേർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് കൃപ പിന്നെ ആന്റിയമ്മ എന്താണ് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ആന്റിയമ്മ നല്ല ദേഷ്യത്തിൽ പിന്നെ സുജാതിയോട് സാഗറിനോട് സുജു സാഗർ എനിക്കിത് കണ്ടങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്കിത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ ദേഷ്യം വരികയാണ്. ആന്റിയമ്മയ്ക്ക് ഇനിയും മതിയായില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ പിന്നെ സാഗറിനോട്
നമ്മൾ മാനസിയോട് ചെയ്തിരിക്കുന്ന വലിയൊരു തെറ്റാണ്. നമ്മൾ മാനസിയെ ചതിച്ചിരിക്കുകയാണ്. ഈ നാളെ ഒരു ദിവസം ജയമോഹൻ ഇങ്ങോട്ട് കയറി വന്ന് നമ്മുടെ അലിയിൽ ഇൻവെസ്റ്റ് ചെയ്ത 200 കോടി രൂപ തിരിച്ചു ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷാണ് അതിന് മറുപടി കൊടുക്കുന്നത്. അതോർത്ത് ആന്റിയമ്മ വിഷമിക്കേണ്ട, അവർ ചോദിക്കാതെ തന്നെ 200 കോടി രൂപ നമ്മൾ തിരികെ കൊടുക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കിളി പോയി നിൽക്കുകയാണ് ആന്റിയമ്മ. നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷ, ആന്റിയമ്മയ്ക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, അവര് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത 200 കോടി രൂപ അവർ ചോദിക്കാതെ തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കും. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ, അതിന് 200 കോടി രൂപ നീ എങ്ങനെയുണ്ടാക്കുമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ പിന്നെ ആന്റിയമ്മയോട് അതൊക്കെ കൃഷി നോക്കിക്കോളും ആന്റിയമ്മ. ആന്റിയമ്മ അതോർത്തൊന്നും തല പോയിക്കേണ്ടെന്ന് പറയുകയാണ്. കൃഷി അതിനുള്ള എന്തെങ്കിലും വഴി കണ്ടെത്തിക്കോളും എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകാതെ തിരിച്ചൊരു മറുപടി പോലും പറയാൻ സാധിക്കാതെ ആന്റിയമ്മ വേഗം തന്നെ അവിടുന്ന് തടി തപ്പുകയാണ്. തുടർന്ന് സുജാതയോട് കൃപ, ഈ ആന്റിയമ്മ കാരണം നമ്മുടെ ഫൺ മൊമെന്റ് ആണ് നഷ്ടപ്പെട്ടത്. നമ്മൾ എത്ര നന്നായിട്ട് ചിരിച്ചു കളിച്ച് നിന്നതാണ്, എല്ലാം നശിപ്പിച്ചു ഈ ആന്റിയമ്മ കാരണം. തുറന്നു കാണിക്കുന്ന മാനസിയാണ്. മാനസ നല്ല ഹാപ്പി ആയിട്ട് തന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. വരുണെ എന്ന് വിളിച്ചുകൊണ്ട് ആ സന്തോഷ വാർത്ത വരുണെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് മാനസ ഓടിച്ചിരുന്നത്. തുറന്ന് മുറിയിലെത്തിയ ശേഷം വാതിലെല്ലാം ലോക്ക് ചെയ്ത ശേഷം മാനസ വരുണിന്റെ കൈ പിടിച്ച് വട്ടം കറങ്ങുകയാണ്. അങ്ങനെ 3-4 തവണ വട്ടം കറങ്ങിയ ശേഷം വരുൺ ആ കിടക്കിലേക്ക് വന്നു വീഴുകയാണ്. തുറന്ന് വരുൺ, നിനക്കെന്താ വട്ടായി പോയോ എന്ന് ചോദിക്കുകയാണ്. എന്തിനാണ് എന്നെ വട്ടം കറക്കി എന്നെ വട്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ, ഇതുപോലെ ഞാൻ സാഗറിനെ കുടുംബത്തെയും വട്ടം കറക്കി അവരെ ഞാൻ വട്ടാക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. തുറന്നു വരുൺ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ മാനസ, ഇവിടുന്ന് ഞാൻ താഴേക്ക് പോയ സമയത്ത് ഞാൻ ആകെ ദുഃഖപുത്രിയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഊർജ്ജമെല്ലാം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഫിനിക്സ് പക്ഷിയാണ്. ഞാൻ തിരിച്ചെഴുന്നേറ്റ് വന്നിരിക്കുകയാണെന്ന് പറയുകയാണ്. ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. താഴെ ചെന്ന് എന്റെ അച്ഛനും അമ്മയും എന്നോട് ക്ഷമ ചോദിച്ചു. അവർ രണ്ടുപേരും എനിക്കൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ നോക്കിക്കോ വരുണെ, കൃഷും സാഗറും കൺമണിയും അലിയിൽ നിന്ന് പുറത്താകാൻ പോവുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ പിന്നെ മാനസിയൊന്ന് കളിയാക്കുകയാണ്. നീ താഴെ പോയിട്ട് വല്ല മണപ്പിച്ചിട്ടാണോ വരുന്നത്, അതോ കൂട്ടിയിട്ട് കത്തിച്ചിട്ടാണോ വരുന്നത് എന്ന് ചോദിച്ച് കളിയാക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ, കഞ്ചാവ് അടിച്ചത് നിന്റെ മറ്റവളാടാ എന്ന് പറഞ്ഞ് വരുണോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ, എന്റെ മറ്റവൾ ഇപ്പോൾ നീയാണെന്ന് പറയുകയാണ് മാനസിയോട്. എന്നാൽ അത് കേട്ട് മാനസിക്ക് ദേഷ്യം വന്ന മാനസ വരുൺ ഒറ്റ ചവിട്ടാണ്. അത് കണ്ട് വരുൺ നല്ല ദേഷ്യത്തിൽ ചാടി കഴിഞ്ഞിട്ട്, നീ എന്താടി എന്നെ ചെയ്തത്, നീ എന്നെ ചവിട്ടുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ മാനസിക്ക് നേരെ ചാടുകയാണ്. ഞാൻ നിന്നെ ചവിട്ടും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് വരുൺ. എന്നാൽ അത് കേട്ട് മാനസി ഒന്ന് പേടിക്കുകയാണ്. വരുണെ, നീ ഒന്ന് നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ, ചില പുതിയ തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ്. നാളെ എന്റെ അച്ഛൻ സാഗറിന്റെ കമ്പനിയിലേക്ക് പോകും, അലിയിലേക്ക് പോകും. എന്റെ അച്ഛൻ അലിയിൽ ചെറുതല്ലാത്തൊരു തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ, എത്രയാടി നിന്റെ അച്ഛനെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന, 10,000 ആണോ അത് 10 ലക്ഷമാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ വലിയൊരു ബിൽഡപ്പ് എല്ലാം കൊടുത്ത് ഒരു 150 കോടി രൂപ വരുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വരുണിന്റെ സകല കിളികളും പറക്കുകയാണ്. നക്ഷത്രം എണ്ണി നിൽക്കുകയാണ് വരുൺ വിശ്വസിക്കാനാകാതെ. നീ എത്രയാടി പറഞ്ഞെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ മാനസ, ഒരു 150 കോടി, ലാഭമെല്ലാം ചേർത്ത് ഒരു 200 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് അലിഗയിൽ ഉണ്ടെന്ന് പറയുകയാണ് മാനസ. എന്നാൽ അത് കേട്ട് വരുൺ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. 200 കോടി രൂപയുണ്ടെങ്കിൽ എത്ര ഐസ് മിഠായി വാങ്ങി കഴിക്കാം. തുറന്ന് മാനസ വരുണിനോട്, നാളെ എന്റെ അച്ഛൻ സാഗറിനെ കണ്ടിട്ട് ആ 200 കോടി രൂപ ആവശ്യപ്പെടും. അതല്ലെങ്കിൽ അലിഗയുടെ പുതിയ MD ആയിട്ട് എന്നെ നിയമിക്കണം. ഇതിൽ എന്തെങ്കിലും ഒന്ന് സാധിപ്പിച്ചേ എന്റെ അച്ഛൻ നാളെ മടങ്ങോ. അവർക്ക് എന്തായാലും 200 കോടി രൂപയൊന്നും തരാനുള്ള ശേഷി ഉണ്ടാകില്ല. അതുകൊണ്ട് അലിഗയുടെ MD ആയിട്ട് അവരെന്നെ നിയമിക്കും. അങ്ങനെ വരുമ്പോൾ അലിഗ പിന്നെ ഭരിക്കാൻ പോകുന്നത് ഞാനായിരിക്കുമെന്ന് പറയുകയാണ്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി വരുണെ. എന്നാൽ അത് കേട്ട് വരുൺ വേറെ ഏതൊരു ലോകത്താണ്. ആ 200 കോടിയിലാണ് വരുൺ ഇങ്ങനെ ഉടക്കി നിൽക്കുന്നത്. തുറന്ന് വരുൺ പിന്നെ മാനസിയുടെ മൊത്തം നോക്കി ഒരു കളച്ചിരിയോട് കൂടിയാണ് നിൽക്കുന്നത്. എന്തേ മാനസ, നീ കാര്യം എന്നോട് നേരത്തെ പറഞ്ഞില്ല? നിനക്ക് 200 കോടി രൂപയുടെ സമ്പത്തെല്ലാം ഉള്ള കാര്യം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഞാൻ വെറുതെ കൺമണിയുടെ പുറകെ നടന്ന എന്റെ ചെരുപ്പ് തേച്ച് കളഞ്ഞു. കൺമുമ്പിൽ 200 കോടി രൂപയുടെ നീ ഉണ്ടായിട്ടാണോ ഒന്നിനും കൊള്ളാത്ത കൺമണിയുടെ പുറകെ ഞാൻ പോയത്? അതുകൊണ്ട് വരുൺ എനിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഒരു നേട്ടം വരുണും ഉണ്ടാകും. പിന്നെ ഇന്ന് രാത്രി തന്നെ വരുൺ ഇവിടുത്തെ സ്റ്റാൻഡ് വിട്ടോളണം. ഇതും പറഞ്ഞുകൊണ്ട് മാനസ അവിടുന്ന് പോവുകയാണെന്നാൽ ഈ സമയത്ത് വരുൺ പിന്നെ മാനസയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ എന്തിനു വേറത്തെ കൺമണിയുടെ പുറകെ നടന്ന സമയം കളയണം, ഇനി ഞാൻ മാനസയുടെ പുറകെ നടന്നോളാം. എന്നാലും കൺമണി, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ നിന്നെ എന്തായാലും കല്യാണം കഴിക്കും. പിന്നെ മാനസയെയും ഞാൻ കല്യാണം കഴിക്കും. മാനസ എനിക്കൊരു ഓണം ബമ്പർ ആണെങ്കിൽ കൺമണി എനിക്കൊരു വിഷു ബമ്പറാണ്. അങ്ങനെ വരുണിന്റെ ശ്രദ്ധ കൺമണിയിൽ നിന്ന് മാനസയുടെ മേലേക്ക് മാറിയിരിക്കുകയാണ്. അങ്ങനെ മാനസിയുടെ നല്ല ദിവസങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. തുറന്നു കാണിക്കുന്ന കൃഷാണ്. കൃഷി ഇങ്ങനെ തല പകച്ചിങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെയാണ് മാനസിക 200 കോടി രൂപ തിരിച്ചു കൊടുക്കുക.
അതിനെക്കുറിച്ച് ഇങ്ങനെ നല്ല സീരിയസ് ആയിട്ട് ആലോചിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി കൃഷ്ണ വിളിക്കുകയാണ്. സാറേ സാറേ പറ സാറേ എന്താണ് സർപ്രൈസ് എന്ന് ചോദിക്കുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് കൃഷ പിന്നെ കൺമണിയോട്, കൺമണി ഞാൻ ഇപ്പോൾ തിരക്കിലാണ്, പിന്നീട് വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ് ഫോൺ വെക്കുകയാണ്. എന്നാൽ അത് കണ്ട് കൺമണി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, സാർ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഫോൺ വെച്ചത്? എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഗോകുൽ വരുമ്പോൾ ഗോകുലില് കൺമണിയോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കൺമണി ഉണ്ടായ കാര്യം പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഗോകുൽ കൺമണി ഒന്ന് കളിയാക്കുകയാണ്. അപ്പയ്ക്ക് ഇതുവരെയായിട്ടും ക്രിഡ് സാറിന് ഇതുവരെയായിട്ടും മനസ്സിലായില്ല എന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ ക്രിഡ് സാറിന്റെ ചെറിയൊരു നമ്പറാണ്, അപ്പയെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രാങ്കാണെന്ന് പറയുകയാണ്. അപ്പൊ നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോൾ ക്രിഡ് സാർ അപ്പയെ വിളിക്കും. അപ്പയെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിഡ് സാർ കൃപ ചേച്ചിയും കൂടി അപ്പയെ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഗോകുൽ അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്, ഇനി ഗോകുല് പറഞ്ഞ പോലെ തന്നെയായിരിക്കുമോ കാര്യങ്ങൾ? തുടർന്ന് കൃഷി വീണ്ടും തലപൊച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃപ വരികയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷി എന്തോ സീരിയസ് ആയിട്ട് ആലോചിക്കുകയാണെന്ന് കൃപയ്ക്ക് മനസ്സിലാവുകയാണ്. തുടർന്ന് കൃപ വന്നിട്ട് കൃഷ്ണന്റെ തൊട്ടപ്പുറത്ത് വന്നിരുന്നിട്ട് എന്ത് പറ്റി ചേട്ടാ, എന്താണ് ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കൃപയോട് പിന്നെ കൃഷ് ഞാൻ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ. എന്നാൽ അത് കേട്ട് കൃപ പിന്നെ കൃഷ്ണനോട് വീണ്ടും പറ എന്താണെങ്കിലും എന്നോട് പറയാൻ ആവശ്യപ്പെടുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൃപയോട് ആ ജയമോഹന്റെ 200 കോടി രൂപയുടെ കാര്യം പറയുകയാണ്. ആ 200 കോടി രൂപ എങ്ങനെ തിരിച്ചു കൊടുക്കും അതിനെക്കുറിച്ച് ചോദിക്കുകയാണ് കൃപയോട്. എന്നാൽ അത് കേട്ട് കൃപ പിന്നെ കൃഷ്ണനോട് ധൈര്യം കൊടുക്കുകയാണ്. അതോർത്ത് എന്തിനാണ് ചേട്ടൻ വിഷമിക്കുന്നത്? ആ 200 കോടി രൂപ തിരിച്ചു കൊടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. കാരണം നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് ആളുകൾ തയ്യാറായി നിൽക്കുന്ന സമയമാണ്. ഇന്ന് തന്നെ വലിയൊരു പ്രോജക്റ്റ് നമ്മുടെ കമ്പനി നേടിയിരിക്കുകയാണ്. അതുകൊണ്ട് പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാൻ നമ്മുടെ കമ്പനിക്ക് ഒരു പ്രയാസവും കാണില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ സന്തോഷമാവുകയാണ്. ഐഡിയ കിട്ടി യുറേക്ക് എന്ന രീതിയിൽ ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. തുറന്ന കൃഷ്ണനോട് കൃപ കൺമണിയുടെ കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ കൃഷി പിന്നെ കൃപയോട്, അയ്യോ ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്, ഞാൻ കുറച്ചു മുമ്പ് എന്നെ കൺമണി വിളിച്ചിരുന്നു, ഞാൻ പെട്ടെന്ന് ഫോൺ വെച്ചു തിരക്കിലാണെന്ന് പറഞ്ഞു. എന്നാൽ അത് കേട്ട് കൃപയ്ക്ക് ദേഷ്യം വരികയാണ്. താനൊക്കെ എവിടത്തെ കാമുകനാണെന്ന് ചോദിച്ച് കൃഷ്ണനെ കളിയാക്കുകയാണ്. വേഗം തന്നെ കൺമണിയെ വിളിക്കാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ വേണ്ട ഇപ്പോൾ വിളിക്കേണ്ടെന്ന് പറയുമ്പോൾ കൃപ വേഗം തന്നെ കൃഷ്ണന്റെ ഫോൺ എടുത്തിട്ട് ഇപ്പോൾ തന്നെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൃപയാണ് കൺമണിയെ ഫോണിൽ വിളിക്കുന്നത്. തുറന്ന് ആ ഫോൺ കൃഷ്ണ കൊടുത്തുകൊണ്ട് കൃപ അവിടുന്ന് പോവുകയാണ്. തുറന്ന് കൃഷി പിന്നെ കൺമണിയെ പറ്റിച്ചേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ഞെട്ടുകയാണ്. തുറന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് എന്ത് പറ്റി സാർ, എന്താണ് നേരത്തെ ഫോൺ വെച്ചതെന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് കള്ളം പറയുകയാണ്. ഞാൻ നിന്നെ വെറുതെ ഒന്ന് പറ്റിച്ചതാണെന്ന് പറയുകയാണ്. നീ ഇപ്പോൾ കുറച്ചു നേരം ടെൻഷനായി നിന്നില്ലേ, അതിനുവേണ്ടി ഞാനും കൃപയും ചേർന്ന് നിന്നെ പറ്റിച്ചതാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഗോകുലിക്കാര്യം എന്നോട് മുമ്പേ പറഞ്ഞിരുന്നു. എന്നാൽ അത് കേട്ട് കൃഷി അത് ശരി, അവൻ അപ്പോഴേക്കും അതൊക്കെ പറഞ്ഞുവോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് വീണ്ടും കുറെ നന്ദിയെല്ലാം പറയുകയാണ്. തുറന്ന് കൺമണി കൃഷ്ണനോട് വീണ്ടും ആ സർപ്രൈസ് എന്താണെന്ന് ചോദിക്കുകയാണ്. എന്നുള്ളത് കേട്ട് കൃഷ്ണൻ ആ സർപ്രൈസ് എന്താണെന്ന് ഞാൻ എന്തായാലും നിന്നോട് പറയില്ല, നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നീ നാളെ തന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചോ, ഈശ്വരൻ നിന്നോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നീ അത് അറിഞ്ഞോളൻ പറയുകയാണ്, അല്ലാതെ ഞാനായിട്ട് നിന്നോട് പറയില്ല എന്ന് പറയുകയാണ് കൃഷ്. ഇതും പറഞ്ഞുകൊണ്ട് കൃഷ് ആ ഫോൺ വെക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന ബലരാമനാണ്. ബലരാമൻ ഇങ്ങനെ നല്ല സീരിയസ് ആയിട്ട് ഇങ്ങനെ തല പോച്ച് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. എന്നാലും ആരായിരിക്കും തന്നെ ആക്രമിച്ചത്? ഇന്ന് വീട്ടിൽ നിന്ന് നല്ല സന്തോഷത്തോടു കൂടിയാണ് താൻ വീട്ടിലേക്ക് വന്നത്, എന്നിട്ട് ഈ ഗുണ്ട എന്താണ് പറയുന്നത്, അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകാതെ ഇങ്ങനെ തല പുകച്ചു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഭാഗ്യശ്രീ വരികയാണ്. തുറന്ന് ഭാഗ്യശ്രീ ബലരാമനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ബലരാമൻ തന്നെ മനസ്സിലുള്ള സംശയം പറയുകയാണ്. ഞാനെന്ന് എന്റെ വീട്ടിൽ നിന്ന് നല്ല സന്തോഷത്തോടു കൂടിയാണ് വന്നത്, വീട്ടിലെത്തിയപ്പോൾ ഒരു ഗുണ്ട സഹകരണ കാര്യം പറഞ്ഞാണ് എന്നോട് അങ്ങനെ പറഞ്ഞത്, എനിക്ക് അയാൾ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല, അയാൾ ശരിക്കും ആരായിരിക്കും വിട്ടിട്ടുണ്ടാവുക? തുറന്ന് ഭാഗ്യശ്രീ തന്റെ മനസ്സിലുള്ള സംശയം ബലരാമനോട് പറയുകയാണ്. എനിക്കൊരു സംശയമുണ്ട്, എന്റെ സംശയം മിക്കവാറും സത്യമാകാൻ തന്നെയാണ് സാധ്യത, മിക്കവാറും ഇതിന്റെ പുറകിൽ കളിച്ചത് എന്റെ അച്ഛനമ്മയും ആയിരിക്കുമെന്ന് പറയുകയാണ്, സുമിത്രയും ബാലുവും ആയിരിക്കുമെന്ന് പറയുകയാണ്, നിങ്ങളെ പരസ്പരം തെറ്റിക്കുന്നതിന് വേണ്ടി അവർ കാണിച്ച പൊറോട്ട നാടകമായിരിക്കുമെന്ന് പറയുകയാണ് ഭാഗ്യശ്രീ. എന്നാൽ അത് കേട്ട് ബലരാമന് സംശയമാവുകയാണ്. അങ്ങനെ ആയിരിക്കുമോ എന്ന് ചിന്തിക്കുകയാണ് ബലരാമൻ. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.